മുളപ്പിച്ച മുതിരയാണ്. ഈ മുതിര കൊണ്ട് നല്ല കറി വയ്ക്കാം. നല്ല ഹെൽത്തി, നല്ല പ്രോട്ടീനും നല്ല എല്ലാ പോഷകങ്ങളും ഉള്ളതാണ്. ഈ മുതിര കൊണ്ട് പുട്ടിന് നല്ല സൂപ്പറായിട്ട് കറി വയ്ക്കാം. ഇത് നന്നായിട്ട് കുക്കറിലിട്ട് ആദ്യം അവിക്കണം. ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ കുറച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവിക്കണം. അവിച്ചതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. പരിപ്പ് മാതിരി ആക്കണം. എന്നിട്ട് തേങ്ങ അരച്ച്, പരിപ്പ് കറക്കി വയ്ക്കുന്നത് പോലെ തേങ്ങ അരച്ച് കലക്കി വെച്ചതിന് ശേഷം താളിച്ചൊഴിച്ചാൽ പുട്ടിന് നല്ല പറ്റിയ കറിയാണ്. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കുറുകുറായിട്ട് വയ്ക്കണം. പുട്ടിന് നല്ല പറ്റിയ കറിയാണ്. ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആരുടെയും സമയം കളയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം മതിയായതാണ്. വേണമെങ്കിൽ അര ഗ്ലാസ് കൂടി വയ്ക്കാം. ഞാൻ എല്ലാവരും അര ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെച്ചാൽ മതി. വെച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ട് 2-3 വിസിലിട്ട് അവിക്കണം. നല്ല എളുപ്പമാണ്. ഇത് വേവുന്ന സമയം കൊണ്ട്, ഇത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. ഇനി ഒരു മുറി തേങ്ങയാണ് കേട്ടോ. ഇതുപോലെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കിളന്നതായതുകൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾ മതി, കുറച്ച് മഞ്ഞൾ മതി. ഇത്തിരി മുളക് പൊടി മതി, കൂടുതൽ മുളക് പൊടിയൊന്നും വേണ്ട. എരിവ്, മുളക്, പുളി ഇതെല്ലാം ഭക്ഷണത്തിൽ കുറച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ്. അസുഖങ്ങളൊന്നും വരത്തില്ല. ഇതിനി നന്നായിട്ട് അടിച്ചെടുക്കണം. അതവിടെ വിസിൽ വന്നായി. കറിക്ക് ഇനി അരച്ചെടുത്താലും മുതിര നല്ല തണുത്തതിന് ശേഷമേ നമുക്കത് അരച്ചെടുക്കാൻ പറ്റൂ. അതിനു മുമ്പ് ഇത് അരച്ച് വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മുതിര തണുക്കുമ്പോൾ അരച്ചെടുക്കാം. കറണ്ട് പോകാണ്ടിരിക്കാനാണ് ഇത് നേരത്തെ അരച്ച് വയ്ക്കുന്നത്. അരച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ മിക്സിയിൽ വെച്ച് തന്നെ അടച്ച് വയ്ക്കാം. ഇനി മുതിര വേവട്ടെ. വേവിച്ച് വിസിൽ വന്നു കഴിഞ്ഞ് ഇനി തണുപ്പിക്കണം. മുതിര തണുപ്പിച്ചതിന് ശേഷം അത് വെള്ളം ഇല്ലാതെ ഇതിൽ വാരിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് താളിച്ചൊഴിച്ചാൽ മതി. അത് കാണേണ്ടവർക്ക് കാണിച്ചു തരാം.